ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MyEC.com എന്ന സ്വകാര്യ കമ്പനിക്ക് മാർക്ക് ലിസ്റ്റുകളുടെ ആധികാരികത പരിശോധിക്കാനുള്ള അനുമതി നൽകിയതിനു പിന്നിൽ വിസിയുടെ താൽപര്യം മാത്രമാണെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. പുതിയ സംവിധാനം സർവകലാശാലയ്ക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കില്ലെന്നും പകരം ലാഭം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നും രേഖകളിൽ പറയുന്നു. അതായത് 500 രൂപയ്ക്ക് ലഭിച്ചിരുന്ന സർട്ടിഫിക്കറ്റിന് ഇനി മുതൽ 1500 രൂപ നൽകണമെന്ന് ഈ ഉത്തരവിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. സർവകലാശാലയ്ക്ക് ലാഭമെന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളാണ് ഈ അധിക തുക നൽകേണ്ടത്. പുതിയ സംവിധാനം നടപ്പാക്കിയത് സാങ്കേതിക പഠനം നടത്താതെയാണെന്നും സിൻഡിക്കേറ്റിൽ വിഷയം ചർച്ച ചെയ്തില്ലെന്നും സിൻഡിക്കേറ്റ് അംഗം RS പണിക്കർ പറഞ്ഞു. സിൻഡിക്കേറ്റിന്റെ അറിയാതെയാണ് ഈ ഫീസ് നിശ്ചയിച്ചത്. ഈ കമ്പനിയുമായിട്ട് MOU ഒപ്പിട്ടത്. അതിനകത്തൊക്കെ ദുരൂഹതയുണ്ട്. ഇതിന്റെ പിന്നിലൊക്കെ ചില സ്ഥാപിത താല്പര്യക്കാരുണ്ട്. അവരാരാണെന്ന് പുറത്തു പറയണം. നിലവിൽ കേരള സർവകലാശാലയിൽ നടപ്പാക്കിയ ഈ ഓൺലൈൻ സംവിധാനം സാമ്പത്തിക നഷ്ടമുണ്ടാകില്ലെന്ന് കാണിച്ചാണ് കോഴിക്കോട് സർവകലാശാലയിലേക്കും നടപ്പാക്കുന്നത്. എന്നാൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാണ് കേരളയിൽ നടപ്പാക്കിയതെന്ന് രേഖകളിൽ വ്യക്തം. മദ്രാസ് IITയുടെ സാങ്കേതിക പരിജ്ഞാനം ലഭിച്ച കമ്പനിയാണ് MyEC.com എന്ന കാരണത്താലാണ് സിൻഡിക്കേറ്റിനോട് പോലും ചിന്തിക്കാതെ VC പുതിയ സംവിധാനത്തിന് അനുമതി നൽകിയത്. സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത പരിശോധിക്കേണ്ട രഹസ്യ സ്വഭാവമുള്ള പ്രക്രിയ ഒരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കുമ്പോൾ സർവകലാശാലയുടെ വിശ്വാസ്യത തന്നെ ഭാവിയിൽ ചോദ്യം ചെയ്യപ്പെടും. ശ്വേത ഷാജി, കോഴിക്കോട്, ഇന്ത്യ വിഷൻ.